നിങ്ങളുടെ ഫോണിൽ നിന്നും 1950 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം കൃത്യമായി അറിയാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്നല്ലേ, അതിന് മനസ്സിലാക്കുന്നതിന് മുമ്പായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കുക. വോട്ടർ പട്ടികയുടെ കരട് ലിസ്റ്റും പ്രസിദ്ധീകരിച്ച് ഹിയറിംഗ് നടപടികൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് പഴയ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളത് കൊണ്ട് ഇത്തവണയും വോട്ട് ചെയ്യാം എന്നുള്ളതാണ്. കരട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല എങ്കിൽ അന്തിമ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും നിങ്ങൾക്ക് പുതിയ തിരിച്ചറിയൽ കാർഡ് കിട്ടാനുള്ള അവസരവും നഷ്ടപ്പെട്ടു പോകും. ഇത് ഒഴിവാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വളരെ ലളിതമായ ഒരു എളുപ്പ മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരവും ഇല്ല എങ്കിൽ ആ വിവരവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നിങ്ങൾ പുതിയ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം എങ്ങനെ പരിശോധിക്കാമെന്നതാണ് ഇവിടെ പറയുന്നത്. ആദ്യം നിങ്ങൾ മെസ്സേജ് എന്ന ഓപ്ഷൻ എടുക്കുക. 1950 അതായത് 2 എന്നുള്ളിടത്ത് 1950 എന്ന നമ്പറിലേക്കാണ് നമ്മൾ മെസ്സേജ് അയക്കേണ്ടത്. 1950 എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ളിടത്ത് ECI അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം കൊടുക്കുവാൻ. ECI സ്പേസ് ഇട്ടതിനു ശേഷം നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് നമ്പർ നൽകുക. തിരിച്ചറിയൽ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷ് വാചകം മറുപടിയായി ലഭിക്കുന്നതായിരിക്കും. ഉടൻ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേര്, സീരിയൽ നമ്പർ, നിങ്ങളുടെ ബൂത്ത്, നിങ്ങളുടെ മണ്ഡലം, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ കരട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇനി നിങ്ങൾ കരട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ് എങ്കിൽ 1950 മെസ്സേജ് അയച്ചതിനു ശേഷം നന്ദി അറിയിച്ചുകൊണ്ട് മെസ്സേജ് വരുന്നതായിരിക്കും. അതിനുശേഷം ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ BLOയെ സമീപിക്കുകയും പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനായി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് അതിൻ്റെ ഉള്ളടക്കം. നിങ്ങൾ ഉടൻ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക.